എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കട്ടെ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 14 അധ്യായത്തിൻ്റെ 14 വാക്യം. മത്തായി 14:14. അവൻ വന്നു, വലിയ പുരുഷാരത്തെ കണ്ടു, അവരിൽ മനസ്സലിഞ്ഞ് അവരുടെ രോഗികളെ സൗഖ്യമാക്കി. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മളെ കരുതുന്ന ഒരു ദൈവം, മനസ്സലിവിൻ്റെ തമ്പുരാൻ ദൈവം എങ്ങനെയൊക്കെ എന്തിനെയൊക്കെയാണ് കരുതുന്നത്, ആ ഒരു ചിന്ത ഇന്നത്തെ ദിവസം നമ്മെ ഭരിക്കട്ടെ. ഒന്ന്, അവൻ കാണുന്നതിനെ കരുതുന്നു. അവൻ എന്ത് കാണുന്നുവോ അതിനു വേണ്ടി കരുതുന്നു. വലിയ പുരുഷാരം വന്നുകൂടിയപ്പോൾ അവൻ അവരെ കണ്ട് മനസ്സലിഞ്ഞു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആ കണ്ടു എന്നുള്ളതിന് അതീവ പ്രാധാന്യമുണ്ട്. സ്വർഗസ്ഥനായ ദൈവം എല്ലാം കാണുന്നു. ശുദ്ധ വേദപുസ്തകത്തിൽ കണ്ടു എന്ന് പറയുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. ലോകം മുഴുവൻ ദർശിക്കുന്നവനാണ് ദൈവം. അവൻ്റെ മുൻപിൽ ഒന്നും മറവായിരിക്കുന്നില്ല. എങ്കിൽ തന്നെ അവൻ പ്രത്യേകമായി കാണുന്ന ചില കാര്യങ്ങളുണ്ട്. അവൻ്റെ ദൃഷ്ടി ചിലതിൻ്റെ മേൽ വന്ന് പതിക്കുന്നു. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നു, ബർത്തിമായി, പിറവിയിലെ കുരുടനായ മനുഷ്യൻ, അവൻ്റെ കരച്ചിൽ, നിലവിളി, എല്ലാവരും അവനെ ശാസിച്ചിട്ടും അവൻ വീണ്ടും നിലവിളിക്കുന്നു. പുരുഷാരത്തിൻ്റെ തിക്കി തിരക്കലും ആരവാരങ്ങളുടെയും നടുവിൽ അവൻ്റെ നിലവിളി കർത്താവ് കേട്ടു എന്നതാണ് ശ്രദ്ധേയം. അപ്പോൾ നമ്മളെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യേക ഫ്രീക്വൻസി കർത്താവിനുണ്ട്. ആരും കേൾക്കാത്തതിനെ കേൾക്കുന്ന ദൈവം, ആരും കാണാത്തതിനെ കാണുന്ന ദൈവം. ഇവിടെ പുരുഷാരത്തിൻ്റെ അവസ്ഥ കണ്ട് മനസ്സലിയുന്നു എന്ന് നമ്മൾ വായിക്കുന്നു. ബെഥസ്ദ കുളക്കരയിൽ 38 സംവത്സരമായി കിടന്ന ഒരു മനുഷ്യൻ യോഹന്നാൻ രേഖപ്പെടുത്തുന്നു. യോഹന്നാൻ 5-ാം അധ്യായം. അവനെ കർത്താവ് കണ്ടു. നമ്മളാണെങ്കിൽ ഒരു വാഹനമോ മറ്റോ ഇടിച്ച് തകർന്ന് കിടക്കുകയാണെങ്കിൽ ആദ്യത്തെ ദിവസം ഒന്ന് ശ്രദ്ധിച്ച് നോക്കും. രണ്ടാമത്തെ ദിവസം ഒന്ന് കണ്ണോടിച്ച് നോക്കും. ഒരാഴ്ച കഴിയുമ്പോൾ പിന്നെ അതവിടെ കിടപ്പുണ്ടോ എന്ന് പോലും ശ്രദ്ധിക്കില്ല. 38 സംവത്സരം ഒരു മനുഷ്യൻ കുളക്കരയിൽ കിടന്നാൽ ആരെങ്കിലും അവനെ പിന്നെ ശ്രദ്ധിക്കും എന്ന് കരുതേണ്ടതില്ല. എന്നാൽ പഴക്കം ചെന്ന് അവൻ അവിടുത്തെ സാധാരണ കാഴ്ചയായി മാറിയിട്ടും കർത്താവിൻ്റെ ദൃഷ്ടി ആ പാവപ്പെട്ട മനുഷ്യൻ്റെ മേൽ വീണു. കർത്താവിന് കരുണയുള്ള 2 കണ്ണുകളുണ്ട്. ഒരു പാട്ടിൽ നമ്മളിങ്ങനെ പാടുന്നുണ്ട്, കരുണ നിറഞ്ഞ കണ്ണുള്ളവൻ അവൻ, തൻ ജനത്തിൻ കരച്ചിൽ കരളലിഞ്ഞ് കേൾക്കും കാതുള്ളവൻ. ഇസ്രായേലിൻ്റെ രാജാവായ ശൗലിനെ രാജസ്ഥാനത്ത് നിന്ന് മാറ്റിയപ്പോൾ ദുഃഖിച്ച് കരഞ്ഞ ശമൂവേൽ പ്രവാചകനെ ദൈവം കണ്ടു. 1 ശമൂവേൽ 16:1 നമ്മളത് വായിക്കുന്നു. ഇശായിയുടെ ഗ്രഹത്തിൽ ഞാനൊരു രാജാവിനെ കണ്ടിരിക്കുന്നു എന്ന് ദൈവം അവനെ ആശ്വസിപ്പിക്കുന്നു. ദാവീദ് അപ്പോഴും ആട്ടിടയനാണ്, ആടുകളുടെ ഇടയിൽ ഇരിക്കുകയാണ്. എങ്കിലും ദൈവം പറയുകയാണ്, ഇശായിയുടെ വീട്ടിൽ ഞാനൊരു രാജാവിനെ കണ്ടിരിക്കുന്നു. മിസ്രൈമിലെ അടിമത്തത്തിൽ വേദന അനുഭവിച്ച് നിലവിളിക്കുന്ന ഇസ്രായേൽ ജനത്തെക്കുറിച്ച് ദൈവം മോശയോട് പറയുന്നത്, ഞാൻ അവരുടെ കഷ്ടത കണ്ടു, അവരുടെ നിലവിളി കേട്ടു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ലോകത്തിൽ ആരും അറിയാത്ത സ്ഥലത്ത്, ആരും ശ്രദ്ധിക്കാത്ത അവസ്ഥയിൽ കർത്താവ് നമ്മെ കാണുന്നു. സ്വർഗത്തിലിരിക്കുന്നവൻ, നമ്മുടെ വീണ്ടെടുപ്പുകാരൻ, നാം ആയിരിക്കുന്ന അവസ്ഥയിൽ നമ്മെ കാണുന്നു. 2000 വർഷങ്ങൾക്ക് മുൻപ് നമുക്ക് വേണ്ടി കാൽവറിയിൽ യാഗമായി തീർന്ന ദൈവത്തിൻ്റെ പുത്രൻ നമ്മെ കാണുന്നു. നമ്മുടെ വേദന ഉള്ളതുപോലെ അറിയുന്ന ഒരു കർത്താവ് നമുക്ക് വേണ്ടി ജീവിക്കുന്നു. ജനത്തിന് ദൈവവചനം ആവശ്യമാണെന്ന് ദൈവം കണ്ടു. അതുകൊണ്ട് രാവിലെ മുതൽ സന്ധ്യ വരെയും അവൻ ദൈവവചനം പഠിപ്പിച്ചു. കാണുന്നവൻ മാത്രമല്ല, കാണുമ്പോൾ പ്രതികരിക്കുകയും ചെയ്യുന്നവനാണ് നമ്മുടെ കർത്താവ്. കണ്ട് അവരിൽ മനസ്സലിഞ്ഞു. അത്ഭുതത്തിൻ്റെ എല്ലാം പുറകിൽ ഒന്നേ ഉള്ളൂ, കർത്താവിൻ്റെ അനുകമ്പ, മനസ്സലിവ്.
കാണുന്നവനും കരൾ അലിയുന്നവനുമാണ് ദൈവം. ഉള്ളതുപോലെ അറിയുന്ന ഒരു നല്ല കർത്താവ്. ജനത്തിൻ്റെ ആത്മീയ ആവശ്യങ്ങൾ മാത്രമല്ല, ശാരീരിക ആവശ്യവും അറിയുന്ന ദൈവം. രണ്ടാമത്, അവൻ നടത്തുന്ന ഇടത്ത് പോറ്റുന്ന ദൈവമാണ്. മരുഭൂമിയിൽ, നിർജ്ജന പ്രദേശത്തെ വരൾച്ചയിൽ പോറ്റുന്ന ദൈവം. ഇവിടെ ഈ മരുഭൂമിയിൽ 5 പേരെ ഉണ്ടായിരുന്നുള്ളൂവെങ്കിൽ പ്രശ്നമില്ലായിരുന്നു. എന്നാൽ ഇവിടെ പുരുഷന്മാർ മാത്രം 5000 പേരാണ്. ഒരുപക്ഷെ ശിഷ്യന്മാരിൽ ഭൂരിഭാഗവും പറഞ്ഞു കാണും, അസാധ്യമാണ്, നേരം വൈകുന്നു, സ്ഥലം മോശം, സാഹചര്യവും സമയവും പ്രതികൂലം. എന്നാൽ അവിടെയാണ് ദൈവം പ്രവർത്തിക്കുന്നത്. ശിഷ്യന്മാർ വളരെ പ്രായോഗികമായി ചിന്തിക്കുന്നവരാണ്. വേഗം പുരുഷാരത്തെ പറഞ്ഞയക്കണമെന്നാണ് അവരുടെ ഭാഷ്യം. അവർ തങ്ങളുടെ ഭവനത്തിൽ പോയി അവരുടെ ഊരിൽ ഭക്ഷണം കഴിക്കേണ്ടതിന് അവരെ പറഞ്ഞയക്കണം. എങ്ങനെയെങ്കിലും അങ്ങ് ഒഴിഞ്ഞു പോകണമെന്നാണ് അവരുടെ ചിന്ത. ഇങ്ങനെയാണ് നമ്മുടെയൊക്കെ ജീവിതത്തിലും. പ്രശ്നങ്ങൾ വന്നാൽ അതിൻ്റെ നടുവിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒഴിഞ്ഞു മാറണം. പ്രതിസന്ധികൾക്ക് മുൻപിൽ ജീവിതത്തെ തന്നെ തകർത്ത് കളയുന്ന ആളുകളുണ്ട്. ജീവിതത്തിൻ്റെ നൗക ചില നാളുകൾ അങ്ങോട്ട് ഓടിച്ചു നോക്കി, ചില നാളുകൾ ഇങ്ങോട്ട് ഓടിച്ചു നോക്കി, അങ്ങോട്ടും ഇങ്ങോട്ടും, അതായത് പടിഞ്ഞാറോട്ടും തെക്കോട്ടും വടക്കോട്ടും ഒക്കെ ഓടിച്ചു നോക്കി. ഈ നൗക എങ്ങും അടുക്കുന്നില്ല, എന്നാൽ മുക്കിയേക്കാമെന്ന് കരുതുന്നവരുണ്ട്. അങ്ങനെ ചിന്തിക്കുന്ന അനേകം ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. എന്നാൽ ദൈവം എവിടെ നമ്മെ നടത്തുന്നുവോ അവിടെ നമുക്ക് വേണ്ടി കരുതുന്ന ദൈവമാണ്. മരുഭൂമിയിലേക്കാണ് നടത്തുന്നതെങ്കിൽ അവിടെയും ദൈവം കരുതും. ജീവിതത്തിൻ്റെ വരൾച്ചയുടെ നടുവിൽ പോറ്റാൻ കഴിവുള്ള ഒരു ദൈവമാണ് നമ്മെ വിളിച്ച ദൈവം. ജീവിതത്തിൻ്റെ സമൃദ്ധിയുടെ നടുവിൽ നടത്തുന്നവൻ എന്നല്ല, ജീവിതത്തിൻ്റെ വരൾച്ചയുടെ നടുവിൽ നടത്തുന്ന ദൈവം. ഇസ്രായേൽ ജനം വെള്ളമില്ലാതെ മരുഭൂമിയിലൂടെ 40 വർഷക്കാലം സഞ്ചരിച്ചു. ഒന്നുമില്ലാത്ത മരുഭൂമി. ആ മരുഭൂമിയിൽ ആകാശത്ത് നിന്ന് മന്ന, തീക്കൽപ്പാറയിൽ നിന്ന് വെള്ളം. ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. പ്രവാചകനായ ഏലിയാവിനെ ദൈവം കെരീത്തിൻ്റെ അടുത്തേക്ക് അയച്ചു. കെരീത്ത് ചെറിയ ഒരു അരുവിയാണ്, വറ്റി വരളാൻ സാധ്യതയുള്ള ഒരു തോട്. അവിടെ ഭക്ഷണത്തിന് വകയില്ല, ഒന്നും ലഭിക്കാൻ വഴിയില്ല. വേദപുസ്തക ചരിത്രം നമ്മളോട് പറയുന്നു, തൻ്റെ ദാസനെ കാക്കയെ കൊണ്ട് ദൈവം പോറ്റി. അപ്പവും ഇറച്ചിയും തോട്ടിൽ നിന്ന് വെള്ളവും കൊടുത്ത ഒരു ദൈവം. കാക്ക അപ്പം കൊണ്ടുവരിക സ്വാഭാവികമാണ്. എന്നാൽ ദൈവത്തിൻ്റെ കരം ക്ഷീണിക്കുന്നതല്ല, അവൻ കരുതുന്നവൻ തന്നെയാണ്. മരുഭൂമിയെ പനിനീർ പുഷ്പവാടി പോലെ ശോഭിപ്പിക്കുവാൻ കഴിയുന്ന ഒരു നല്ല കർത്താവുണ്ട്. അവൻ നമുക്ക് വേണ്ടി ജീവിക്കുന്നു. അതുകൊണ്ട് കർത്താവിനെ നമ്മുടെ ജീവിതത്തിൻ്റെ മരുഭൂമിയിലേക്ക് കൊണ്ടുപോകേണ്ടത് ആവശ്യമാണ്. ജീവിതത്തിൻ്റെ മരുഭൂമികൾ, ഒരു ജീവൻ്റെ നാമ്പ് തളിരിടാൻ സാധ്യതയില്ലാത്ത ഇടമാണ് മരുഭൂമി. സാധ്യതകൾ ഒന്നും നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ല. നിരാശയും അസാധ്യതയും നിറഞ്ഞ ഇടം. അങ്ങനെ മരുഭൂമിയുടെ അവസ്ഥകളും അനുഭവങ്ങളും ജീവിതത്തിൽ നേരിടുമ്പോൾ മരുഭൂമിയിലും കരുതുന്ന ഒരു ദൈവമുണ്ടെന്ന് തിരിച്ചറിയാം. നമ്മുടെ ജീവിതത്തിൻ്റെ മരുഭൂമികളിലേക്ക് ഈ ദൈവത്തെ ക്ഷണിക്കാം. ദൈവത്തോടൊപ്പം ഏത് മരുഭൂമിയിലും നടന്നു പോകാൻ നമുക്ക് സാധിക്കും. അവിടെയും ഒരു മേശ നമുക്ക് വേണ്ടി ഒരുക്കുന്ന ദൈവമുണ്ട്. പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമായ പ്രഭാതത്തിനായി സ്തോത്രം. സാധ്യതകളുടെ, നന്മകളുടെ ഒരു ലോകത്തേക്ക് വീണ്ടും പ്രതീക്ഷയോടെ പ്രവേശിപ്പാനുള്ള ഉണർവ് ഈ പ്രഭാതത്തിൽ നൽകിയല്ലോ, സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ പകൽക്കാല ജീവിതത്തിൽ കർത്താവിൻ്റെ കരുണയും കൃപയും അടിയങ്ങളോട് കൂടെ ഇരിക്കണമേ. വരാമായിരിക്കുന്ന ആപത്ത്, അനർത്ഥങ്ങൾ എല്ലാറ്റിൽ നിന്ന് വിടുവിക്കണമേ. ബലവും സൗഖ്യവും നൽകണമേ. ജീവിതത്തിനുള്ള ഊർജം പകരണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും വിവാഹ വാർഷികം ആഘോഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കരുതലിൻ്റെ കരം കൂടെ ഇരുന്ന് മനസ്സലിവിൻ്റെ ദൈവമായി അവരെ വഴി നടത്തണമേ. യേശു മശിഹ മൂലം പ്രാർത്ഥന കൃപയോടെ കേൾക്കുമാറാകണമേ.
ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹവും കൃപയും കരുതലും നാം എല്ലാവരോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.